ആയിരിക്കുന്നതാണോ, ഫേസ് ഫുള്ള് ഡ്രൈ ആണ്. ഇറ്റ്സ് ഓക്കെ, ഓൾവേസ് ഗ്ലോയിങ് ഫോർ മൈ കോസ്മിക് ജീവി. ഓക്കെ, ഇതെൻ്റെ കൊച്ചു ചെറുക്കൻ്റെ വാലന്റൈൻസ് ഗിഫ്റ്റാണ്. ചെറുക്കൻ്റെ ഗേൾഫ്രണ്ട് എവിടെയാ? ടൊറൻറ്റോയില്. ഓക്കെ, സോ എന്താ പറയുക, സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവസമായിട്ട് വാലന്റൈൻസ് ഡേനെ കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ബിസിനസ് സൈഡ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ബിഗസ്റ്റ് ബിസിനസ് ഇവൻറ്റ് ഹാപ്പനിങ് ഇൻ ദ ഹോൾ വേൾഡ്, വാലന്റൈൻസ് ഡേ, റൈറ്റ്? പക്ഷേ വെൻ യു ആർ ഇൻ ലവ്, you feel like doing something for your loved ones, right? എൻ്റെ കോസ്മിക് ജീവിക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ, which is our first year, he surprised me. You know, he placed a beautiful rose bouquet in this car. So I wake up like at 4:45, I get ready, was about to go to work around 5:30 a.m. in the morning. I open the door, I see bouquets. I'm like, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂ, ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് വി റിസീവ് മോർ ദാൻ മണി. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ജസ്റ്റർ, യുനോ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഒരു ബൊക്കെ വാങ്ങിയാൽ പൈസ ഇല്ലെങ്കിൽ പറമ്പിൽ നിന്ന് ഒരു പൂ നുള്ളി കൊടുത്താൽ പോലും അത് കാണിക്കുന്ന ജസ്റ്റർ, I think that's what value, you know. I wish you all guys happy Valentine's Day. എൻ്റെ കോസ്മിക് ജീവി ഒരു athlete ആണ്. He plays cricket. He's very good at it. You know, he's a champion. He plays tournaments and whatnot here in Canada, in Ontario actually. So that's what I got for him last year. കോസ്മിക് ജീവിയുടെ എന്താ പറയാ, ക്രിക്കറ്റ് കിറ്റ് ഞാൻ അവന്റെ കാറിൽ വെച്ചു. പക്ഷെ കാറ് അടിച്ചോണ്ട് പോയി. കാർ ഗോട്ട് സ്റ്റോളൻ. So I thought I will just gift him something which is meaningful, you know. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ കൂടപ്പറപ്പ് റിൻഷു ഞങ്ങൾക്ക് മലപ്പുറത്തുനിന്ന് കയറ്റി അയച്ചതാണ്. ഒരു മാംഗോ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ക്രിക്കറ്റ് ബാറ്റാണ്. എനിക്ക് അറിയത്തില്ല എൻ്റെ കോസ്മിക് ജീവിക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന്. കാരണം ഈസ് വെരി സ്പെസിഫിക് ഫോർ ഹിസ് ടൂൾസ്, റൈറ്റ്? ബിക്കോസ് ഞാനൊരു അത്ലറ്റ് അല്ല, ഞാൻ ക്രിക്കറ്റിനെ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് I'm very excited, at the same time nervous how he gonna take it, but let's see. Ciao. Back to the night that we met, jumping in the pool, talk to you, dripping wet. Nervous when I speak, so I trip on my tongue. Never thinking you would be my number one. Nervous when I speak, so I trip on my tongue. Never thinking you would be my number one, 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 one. Whoa, 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 Jump in your car and we drive to the beach. Good morning, Habibis. വെൽക്കം ടു ഓൾ ഗുഡ് തിങ്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. വേറെ ഒരു റീസണും ഇല്ല, ഇന്ന് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് February 14. I'm wearing pinky -18. It's cold. നമ്മുടെ മച്ചാത്തി പറഞ്ഞ പോലെ സഹിക്കണില്ല. വാ, ഗ്ലൗസ് ഉണ്ട്. പക്ഷെ ഗ്ലൗസ് ഇന്നലെ ഞാൻ കാറിൽ വെച്ച് മറന്നുപോയി. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ കോൾഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കാലിന്റെ രണ്ട് കാലിന്റെയും ഇങ്ങനെ വെച്ചേക്കുവാണ്. ദാറ്റ് വേ അറ്റ്ലീസ്റ്റ് കുറച്ച് ചൂട് കിട്ടുമല്ലോ. പിന്നെ മറ്റേ കൈ ക്യാമറ ഓടിക്കാൻ വേണം. ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ എടുക്കാമെന്ന്. സോ ദിസ് ഇസ് ജസ്റ്റ് an introduction. Today I'm going to work. It's a Friday. I have very steady day, and at lunch we have team lunch. പിന്നെ ടീം ലഞ്ചിന്റെ ചെറിയ പോർഷൻസ് ഒക്കെ ഇടാം. കാരണം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോളിസി ഉണ്ട് വർക്കില്. സോ ഐ കനോട്ട് ഷെയർ എ ലോട്ട് ഓഫ് തിങ്സ്. Then my brother is going back to India. He came to visit me. I will be very sad. He was here for almost 1.5 years. I'm very proud of him. He is such a hard worker, and he finds his own ways. And he said it was a roller coaster, but
he likes, you know, the way that we live here, the struggle that we are go through and becoming a better person. എല്ലാം തരണം ചെയ്യുമ്പോഴാണല്ലോ നമ്മളൊക്കെ ഒരു കിടിലൻ ആളാകുന്നത് അല്ലേ? നമ്മളൊക്കെ കിടിലൻസ് അല്ലേ? നോ മാറ്റർ വാട്ട് വി ആർ കിടിലൻസ്. ഓക്കെ, അപ്പൊ ഞാന് വണ്ടി ചൂടാക്കാൻ ഇട്ടേക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ടിം ഹോർട്ടൺസിൽ പോയിട്ട് ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഐ വിൽ നോട്ട് ഗോ ടു ടിം ഹോർട്ടൺസ് ഓൾ ഡേയ്സ്. ഐ എം നോട്ട് എ ഗ്രേറ്റ് ഫാൻ ഓഫ് ടിം ഹോർട്ടൺസ്. പക്ഷെ ഒരു മീഡിയം ഡബിൾ വിത്ത് സ്വീറ്റ്നറും ഒരു റെഡ് പെപ്പർ പിൻവീലും ആഗ്രഹിക്കാത്ത ആരാണ് കാനഡയിലുള്ളത്? ലെറ്റ്സ് ഗോ. Medium double sweetness. Oh sorry. Can I also take one red pepper pinwheel? Red pepper pinwheel. Yes please. That's everything. Thank you. It's cold. And the window shield open ആവുന്നില്ല. Oh man, it's so freaking cold. Blouse കാറിൽ വെച്ചാൽ ഞാൻ ഏറ്റവും വലിയ മണം. See, എന്റെ കാറ് is a 2012 model Ford Focus. I chose this because finance അല്ല, ഞാൻ ഫുൾ പൈസ കൊടുത്ത് വാങ്ങിച്ച കാറാണ്. So കാണിക്കട്ടെ. അന്നേരം ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാണില്ല. ചാടിപ്പോട്ടെ. സ്റ്റാൻഡ് വേണ്ട. പ്ലീസ്. താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ. അങ്ങനെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വാലന്റൈൻസ് ഡേ. ഇപ്പൊ സമയം 3:32, -5 ഡിഗ്രി ആണ്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് പ്രിറ്റി ബാഡ് ഔട്ട്സൈഡ് കമ്പയറിംഗ് ടു ദ മോർണിംഗ്. ഇപ്പൊ ഞാനും എന്റെ ചേട്ടനും കൂടി അവസാന നിമിഷം ഷോപ്പിങ്ങിന് പോവാണ്. ഹി ഈസ് ആക്ച്വലി ഗോയിങ് ബാക്ക് ടു ഇന്ത്യ ലൈക്ക് ഐ ടോൾഡ് യു ഗൈസ് ഇൻ ദ മോർണിംഗ്. ചെറിയ ഷോപ്പിംഗ്. ഞങ്ങൾ LCBO പോകുന്നുണ്ട് കുപ്പി എടുക്കാൻ. അത് കഴിഞ്ഞ റോണ, പിന്നെ ഡോളറാമ, കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പൊ ലെറ്റ്സ് ഗോ. ലെറ്റ്സ് സീ ഇൻ LCBO.
ചേട്ടാ LCB ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര പ്രൈസി ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. വിദേശ മദ്യമല്ലേ, വലിയ വില കൊടുക്കേണ്ടി വരും. വിദേശത്തുള്ള വിദേശ മദ്യം അല്ലേ? ചേട്ടായിക്ക് കാനഡയിൽ വന്നിട്ട് എന്താണ് വിദേശ മദ്യം, അതായത് മദ്യത്തെ കുറിച്ച് എന്താണ് 2 വാക്ക് പറയാനുള്ളത്? മദ്യം ഇസ് ലൈക്ക് ഡ്രിങ്കബിൾ ആണ്. നാട്ടിലെ പോലെ ഓഞ്ഞ ടേസ്റ്റ് ഒന്നുമില്ല. നല്ല രീതിയിൽ ഡൈസൊക്കെ എടുത്ത് സിപ്പായിട്ട് അടിക്കാൻ പറ്റിയ സംഭവമാണ്. നൈസ് നൈസ് നൈസ്. ഏതാണ് ചേട്ടാ ഫേവറേറ്റ് ബ്രാൻഡ്? ക്രൗൺ റോയൽ. ക്രൗൺ റോയൽ, യെസ്. Canadian made Canadian whiskey. Canadian made Canadian whiskey, Crown Royal. അപ്പൊ നമുക്ക് വാൾമാർട്ടിലെത്തിയിട്ട് കാണാം. ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ദേ നമ്മുടെ ജൂനിയർ നല്ല കിടിലൻ വണ്ടി. ഇതേതാടാ? നിസാൻ 370Z. Look at that. CJ എവിടെ? ചേട്ടാ, ആർ യു എക്സൈറ്റഡ് ടു ഗോ ഹോം? തീർച്ചയായിട്ടും. യെസ്. എന്താണ് ചേട്ടായിക്ക് കാനഡയിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ട 2 കാര്യം? ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ്. ഒന്ന് 2 കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെ ഇഷ്ടമാണ്. എല്ലാവരും ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടെ നോക്കി പറയാമോ? എല്ലാവരും ഫ്രണ്ട്ലി ആണ്. പിന്നെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്താണ് ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടാത്ത 1 കാര്യം? മെഡിക്കൽ. ഇവിടെ നോക്കി പറയൂ. ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഭയങ്കര മോശമാണ്. കൈ ഒടിഞ്ഞ് ചെന്നാൽ 4 ദിവസം കഴിയുമ്പോൾ പ്ലാസ്റ്റർ ഇടും. ഇനി നമുക്ക് കുറച്ച് ബിറ്റ്സ് ആൻഡ് പാർട്സ് ഓഫ് ചേട്ടായി പാക്കിംഗ് ഹിസ് പത്തമാരി പറയുന്ന പോലെ കാക്ക കൂട് കൂട്ടുന്ന പോലെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്കും സ്നേഹിതർക്കും കുടുംബക്കാർക്കും പങ്കുവെച്ചു കൊടുക്കാൻ. അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു നാട്ടിൽ പോകുമ്പോൾ വരുന്ന ആദ്യത്തെ വികാരം അതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന്
അതവർക്ക് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും അതൊരു ചെറിയൊരു മുട്ടായി ആണെങ്കിൽ പോലും അത് വാങ്ങിച്ച് അത് അവർക്ക് കൊടുക്കുമ്പോൾ, വാങ്ങിച്ച് പെട്ടിയിൽ പൊതിഞ്ഞ് അത് അവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, യുനോ, ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വരും, നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ, അവരുടെ പേരൻസിനും അവരുടെ ബന്ധുക്കൾക്കും കൊടുക്കാനായിട്ട് ചെറിയ ഒരു കിലോ കൊള്ളുമോ 2 കിലോ കൊള്ളുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. അതൊക്കെ ഒരു സന്തോഷമാണ്, ഒരു പീസ് ഓഫ് ഹാപ്പിനെസ്, റൈറ്റ്? ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്യൂട്ടിങ് ഹാപ്പിനെസ്. Lost in this cosmic abyss, my mind takes flight. Dark echoes pulsating, setting the stage for the night. Galactic melodies guide me through the unknown. In this abstract hip-hop song, I feel at home. Navigating the depths like a jazz improvisation. New jazz rhythms set my soul in cosmic vibration. Deep house beats like stars twinkling in the sky. I reach the depths of my creativity as I fly high. The trip hop grooves wrap around my very being. Four-place rhymes, the soundtrack to what I'm seeing. Abstract thoughts flow through these astral dimensions. I paint pictures with words, unveiling my intentions. ഞാൻ കുത്തിയിട്ടില്ല, ഞാൻ 2 മിനിറ്റ് കുത്തി. ഫോൺ അഡിക്റ്റ് അതുകൊണ്ടാ ഞാൻ എന്റെ ഫോൺ വിളിക്കണം. ടൈച്ചല്ലേ മറ്റേ ലൈനിങ് ഊരിക്കോടാ ഇപ്പൊ ചത്തു ചത്തോത് പിന്നെ പേപ്പറിൽ ഓ, അതെ, എന്റെ കണ്ണട കളഞ്ഞിട്ടു. ഇപ്പോഴാണ് കണ്ടത്. ഒയ്യോ ഒയ്യോ, എന്റെ ഒരു ബിയർ ഉണ്ടായിരുന്നു ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ അല്ല ഇത് എന്റെ നാണിത്. ഓക്കെ ഗൈസ്, ഇനി നാളെ രാവിലെ ചേട്ടനെ കൊണ്ടുവന്നിടാൻ നേരത്ത് കാണാം. ബൈ.